മധുനെ അറിയാമോ? ഇങ്ങക്ക് മധുനെ അറിയാമോ? പള്ള പയിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന മധുനെ അറിയാമോ? ബിന്ദുനെ അറിയാമോ? ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ? മാല കട്ടെന്ന കള്ള പരാതിയിൽ സ്റ്റേഷനിൽ ചെന്നപ്പം വെള്ളം ചോദിച്ചതിന് കുടിവെള്ളം കൊടുക്കാത്ത ബിന്ദുനെ അറിയാമോ? ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ? വേടൻ മോഡൻ സെലിബ്രിറ്റി സർക്കാർ 4ാം വാർഷികം ബിന്ദുനെ അറിയാമോ? വില്ലുവണ്ടി വിൽക്കാനുണ്ടേ, വില്ലുവണ്ടി വില്ലുവണ്ടി. മധുനെ അറിയാമോ? വില്ലുവണ്ടി വിൽക്കാനുണ്ടേ, വില്ലുവണ്ടി. ബിന്ദുനെ അറിയാമോ? ഇങ്ങക്ക് ബിന്ദുനെ അറിയാമോ? ശങ്കരാടി സാറ് പറഞ്ഞതുപോലെ ഹരീഷ് പേരടി ഈ ഒരു വീഡിയോയിൽ വേടനെ മനഃപൂർവ്വം അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പാട്ടുപാടി വേടനെതിരെ സംസാരിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ കുറേയധികം പേര് വേടനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതും മെയിനായിട്ട് ആ വേടൻ്റെ ഇഷ്യൂ വന്ന സമയത്തായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു ഹരീഷ് പേരടി ഇങ്ങനെ കടന്നാക്രമിക്കുന്നത് എന്താണ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ് വേടനെ കിട്ടുന്നത്. അത് ഹരീഷ് പേരടിക്ക് ഇഷ്ടപ്പെടുന്നില്ലയോ എന്നുള്ളൊരു കാര്യമാണ് ഡൗട്ട്. കാരണം മധുവിൻ്റെ കാര്യം പറയുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ഇതിൽ നിന്ന് ബാധിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വേടന് ഗവൺമെൻറ് ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഹരീഷ് പേരടിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം ഒരു വീഡിയോ ഇടുന്നു. വീഡിയോയിൽ വേട മോഡ എന്നൊക്കെ പറയുന്നു. ഒരു നടനാണ്, കുറേയധികം പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി ഇങ്ങനെ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വിടുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ എന്തോ വേടനോടുള്ള ഒരു ദേഷ്യമായിരിക്കാം. ഈ ഗവൺമെൻറ് വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടപ്പെടാത്തതായിരിക്കാം. ഉടനെ ഒരു വീഡിയോ എടുക്കുന്നു, ഇങ്ങനെ ഇതേ കണക്കൊരു പാട്ട് പാടുന്നു. പാട്ട് പാടിയതിന് ശേഷം വേടനെ അതിൻ്റെ ഇടയിൽ കളിയാക്കുന്നു. ഇതൊരിക്കലും ഈ ഒരു ഹരീഷ് പേരടിയിൽ നിന്ന് ആരും പ്രതീക്ഷ കാണത്തില്ല. അദ്ദേഹം ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്.